തിരുവനന്തപുരം വിളപ്പിൽ ശാലയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് സൂചന. യുവജന സംഘടനകൾ ഇന്ന് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ്, ഹാപ്പി റിപ്പബ്ലിക് ഡേ. അതിൽ ഈ ഇന്നലെ ബിസ്മീറിന്റെ ആ ദൃശ്യങ്ങൾ വല്ലാതെ നമ്മളെ ഞെട്ടിച്ചിരുന്നു. മരണത്തിന് തൊട്ടു മുമ്പുള്ള ആ മരണവെപ്രാളത്തിന്റെ ദൃശ്യങ്ങളൊക്കെ വല്ലാതെ വേദനിപ്പിച്ചു. ഇന്നിപ്പോൾ മറ്റു ചില ദൃശ്യങ്ങൾ കൂടി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ചിലർ നമുക്കും അയച്ചു തന്നു. വന്നൊരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ അത് തുറന്നുള്ളിലേക്ക് കയറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. പക്ഷേ എന്താണെങ്കിലും ആ സമയത്ത് വരുമ്പോൾ ഗ്രില്ല് അടച്ചിട്ടിരുന്നു എന്നത് വസ്തുതയാണ്. പട്ടി കയറാതിരിക്കാൻ വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി അടച്ചിട്ടു എന്നാണ് അവർ പറയുന്നതെങ്കിലും അതിലൊരു ന്യായീകരണം ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമായി കൂടി പരിണമിക്കുകയാണോ? പ്രതിപക്ഷ യുവജന സംഘടനകൾ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തുന്നുണ്ടോ? ചികിത്സ വൈകി എന്നതിന് പേരിൽ കുടുംബത്തിന്റെ പരാതി ഇപ്പോഴും അതേ നിലയിൽ നിൽക്കുകയല്ലേ? അതിൽ അരുൺകുമാർ, ഇത് രാഷ്ട്രീയ വിഷയമായി മാറുകയാണ്. ആ ഭാഗത്താകെ വിളപ്പിൽശാലയും പരിസര പ്രദേശങ്ങളിലും വലിയ വിമർശനം ആശുപത്രിക്കെതിരെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ തന്നെ നേരിട്ട് കണ്ട കാഴ്ച. ഇത് പൊളിറ്റിക്കലായി കൂടി മാറുന്നു. യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും ആശുപത്രിയിലേക്കുള്ള മാർച്ച് 10 മണിയോടെ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പി.കെ. കൃഷ്ണദാസാണ് ബി.ജെ.പിയുടെ യുവമോർച്ചയുടെ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നത്. ആ രൂപത്തിലേക്ക് വിപുലമായി തന്നെ ഈ പ്രതിഷേധങ്ങൾ കൊണ്ടുവരാൻ രാഷ്ട്രീയ പാർട്ടികൾ ആലോചിക്കുന്നുണ്ട്. അതൊരു വശത്ത്. അരുൺ പറഞ്ഞതുപോലെ ഈ 2-3 മിനിറ്റ് ആയാൽ പോലും എങ്ങനെയാണ് ഒരു സർക്കാർ ആശുപത്രി പൂട്ടിയിടുന്നത് എന്ന ചോദ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. എത്ര തന്നെ ന്യായീകരണം വന്നാലും അതെങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്ന ചോദ്യം ഒരു വശത്തുണ്ട്. അരുൺ ചോദിച്ചതുപോലെ ഈ പരാതി പോലീസിൽ പരാതി നൽകിയിരുന്നു, ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പിലും പരാതി നൽകിയിരുന്നു. പോലീസിന്റെ ചില വിവരങ്ങൾ പുറത്തുവരുന്നത് അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ്. വിളപ്പിൽശാല പോലീസാണ് അന്വേഷിക്കുന്നത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇന്ന് ലഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഹൃദയാഘാതമാകാം മരണത്തിന് കാരണം എന്ന ചില സൂചനകൾ പുറത്തു വന്നതായും പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ വർഷങ്ങളായി ദീർഘകാലമായി ഹൃദയ സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾക്ക്, അസുഖങ്ങൾക്ക് ചികിത്സയിലായിരുന്നു ബിസ്മീർ എന്ന 37-കാരൻ. ഏതായാലും ചികിത്സ നിഷേധിച്ചു എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ചികിത്സ വൈകി എന്ന ആരോപണത്തിൽ ആ സമയത്ത് ഇദ്ദേഹത്തിന് CPR കൊടുക്കാതെ പോയത് ഒരു വീഴ്ചയായിട്ട് കണക്കാക്കുന്നുണ്ട്. ഈ ഭാര്യ പറയുന്നത് ആ സമയത്ത് CPR കൊടുത്തില്ല എന്നാണ്. അവിടെ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് 20 മിനിറ്റ് കഴിഞ്ഞ് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അവരാദ്യം ചോദിച്ചതും അതാണ്, അല്ലേ? CPR കൊടുത്തില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നമായി പറയുന്നത്. പക്ഷേ ചില ഘട്ടങ്ങളിൽ CPR കൊടുക്കാൻ കഴിയില്ല എന്ന് ചില ആരോഗ്യ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. ഈ വിവരം വലിയ വിവാദമായി ചർച്ചയാകുമ്പോൾ CPR കൊടുക്കുന്നതിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. ഹൃദയാഘാതമോ മറ്റാണെങ്കിൽ CPR കൊടുക്കുന്നതിൽ ചില തടസ്സങ്ങളുണ്ട് എന്ന അഭിപ്രായം ആരോഗ്യ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. ഏതായാലും CPR കൊടുത്തില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. മറ്റൊന്ന്, ആദ്യം തന്നെ ചെല്ലുമ്പോൾ ഈ ആവി പിടിപ്പിക്കുകയും ഓക്സിജൻ നൽകുകയും ചെയ്യുന്ന പതിവുണ്ട്. ഇങ്ങനെ ശ്വാസതടസ്സമുണ്ടെങ്കിൽ അത് ചെയ്തപ്പോൾ തന്നെ ആവി പിടിക്കുന്ന ഉപകരണത്തിൽ മരുന്ന് പോലും ഒഴിച്ചിരുന്നില്ല എന്ന ആരോപണം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ ആരോപണങ്ങൾ ഇനി പരിശോധിക്കണം. റിപ്പോർട്ടർ ടിവിയാണ് ആദ്യമായി വാർത്ത പുറത്തുവിടുന്നത്. അതിന് പിന്നാലെ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം, ആരോഗ്യമന്ത്രി ഇന്നലെ ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു. ഒരു ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഇത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും വിശദമായ അന്വേഷണം നടക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് കുടുംബമുള്ളത്. അരുൺ, ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മറ്റൊരു വീഡിയോ പ്രചരിക്കുന്നത് വളരെ കുറച്ച് സമയം മാത്രമേ പുറത്തു നിൽക്കേണ്ടി വരുന്നുള്ളൂ എന്നുള്ളൊരു ദൃശ്യവും പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ആശുപത്രിയിലേക്ക് വരുമ്പോൾ അവിടെ പെട്ടെന്ന് അത് പൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇനി സുരക്ഷയാണ് പ്രശ്നമെങ്കിൽ സെക്യൂരിറ്റി ഉണ്ടല്ലോ. സെക്യൂരിറ്റി പകരം മുറി ഗ്രില്ല് പൂട്ടിയിട്ടിട്ട് എങ്ങനെയാണ് ഇരിക്കുക എന്നൊരു ചോദ്യവും മറുഭാഗത്ത് ഉയരുന്നുണ്ട്. എന്തായാലും ഇതിപ്പോൾ രാഷ്ട്രീയ വിഷയമായി മാറി. DMO റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്.